ഒരുപാട് ഗതാഗത തടസ്സം വയനാട്ടിൽ ഉണ്ടായിട്ടുകൊണ്ടിരിക്കുന്നു. വയനാടിൻ്റെ വഴി അടഞ്ഞുപോയ മണിക്കൂറുകളാണ് കടന്നുപോയത്. വയനാട്ടിനെ ബന്ധിപ്പിക്കുന്ന ബദൽ പാത നിർദ്ദേശങ്ങൾ അടിയന്തരമായി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ ഈ താമരശ്ശേരി ചുരത്തിലുണ്ടായ ഗതാഗത പ്രതിസന്ധി നമ്മളെ ബോധ്യപ്പെടുന്നത്. ഇക്കാര്യമാണ് ഇന്ന് 24 ഒബ്സർവർ പരിശോധിക്കുന്നത്. വരുന്നു ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ്, പരിശോധിച്ചോളൂ. ഗുഡ് മോർണിംഗ് SKN. വയനാടിനെ സംബന്ധിച്ച് വയനാട് ഏതാണ്ട് നിശ്ചലമായി പോകുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരുന്നത്. വയനാട്ടിലേക്കുള്ള ഏക മാർഗമായ വയനാട്ടിലെ താമരശ്ശേരി ചുരം അത് അവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അടഞ്ഞതിനെ തുടർന്നാണ് ഈ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടത്. ഇപ്പോൾ ഓണാവധിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും സമീപ ജില്ലകളിലൊക്കെ പഠിക്കുന്ന വയനാട്ടുകാരായ വിദ്യാർത്ഥികൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രതിസന്ധി ഇതുമൂലമുണ്ടായിരുന്നു. മാത്രമല്ല ചരക്കു നീക്കം തന്നെ വയനാട്ടിലേക്കുള്ളത് ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കുന്ന സ്ഥിതിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട്ടിൽ നിന്ന് വയനാട് ആരോഗ്യരംഗത്ത് അവിടെ ആരോഗ്യ സംബന്ധമായ അടിസ്ഥാന മേഖലകളെ സംബന്ധിച്ച് ആശുപത്രികൾ, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചൊക്കെ പോരായ്മകളുള്ള ജില്ലയാണ്. വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ആ ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും കോഴിക്കോട് ജില്ലയാണ് വയനാട്ടിലുള്ളവർ ആശ്രയിക്കുന്നത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ആശുപത്രികളെയാണ് ആശ്രയിക്കാറുള്ളത്. ദിനംപ്രതി 100 കണക്കിന് ആംബുലൻസുകളാണ് വയനാട്ടിൽ നിന്ന് ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നത്. അങ്ങനെ ഈ രോഗികൾക്ക് പോലും ഒരു വലിയ പ്രതിസന്ധി, അവർക്ക് ആംബുലൻസ് കടന്നു പോകുന്നതിന് പോലും വലിയ പ്രതിസന്ധി താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായിരുന്നു. അത് വയനാടിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ടു പോകുന്ന നിലയിലേക്ക്, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഈ താമരശ്ശേരി ചുരം മാത്രമാണ് ഏക യാത്രാമാർഗം എന്നുള്ളതിനാൽ ബദൽ മാർഗങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടന്നിരുന്നതാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ട് നീണ്ട ബദൽപാത നിർദ്ദേശം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ തന്നെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് നിർമ്മാണം, ആ റോഡ് നിർമ്മാണം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഈ വനഭൂമി 12 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആ അവിടെ അങ്ങനെ ഈ റോഡ് കടന്നു പോകുന്നതിന് പകരമായി അതിന് ഏറ്റെടുക്കേണ്ടി വരുന്നത് 52 ഏക്കർ വനഭൂമിയാണ്. അതിനു പകരം 104 ഏക്കർ ഭൂമിയിൽ വനവത്കരണം നടപ്പാക്കണം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വനം മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരുന്നത്, അതായത് ആ വനഭൂമി വിട്ടു നൽകുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ 75% പൂർത്തീകരിച്ച ആ റോഡ് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. ഇപ്പോൾ അതിൻ്റെ സാധ്യതാ പഠനമൊക്കെ വീണ്ടും സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വയനാട് ജില്ലയിലെ GPS സർവേ ഭാഗങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ സർവേ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. മറ്റു നിരവധി ബദൽ മാർഗങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ചുരം ബൈപ്പാസ് റോഡടക്കമുള്ള ബദൽ പാതകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റന്നാൾ മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നടത്താനിരിക്കുന്ന തുരങ്കപ്പാത തന്നെയാണ്. ആ തുരങ്കപ്പാതയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് വയനാട്ടുകാർക്കുള്ളത്. അത് കടന്നു പോകുന്ന ആനക്കാംപൊയിൽ, അവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് വയനാട് ജില്ലയിലെ കള്ളാടി, മേപ്പാടി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പ്രതിസന്ധിക്ക് വലിയൊരു അളവോളം പരിഹാരമാകും എന്ന് തന്നെ വയനാട്ടുകാർ വിശ്വസിക്കുന്നു. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും അത് നിശ്ചിത സമയപരിധിക്കകം തന്നെ, അതുമായി ബന്ധപ്പെട്ടൊക്കെ പരിസ്ഥിതി സ്നേഹികൾ ഉയർത്തുന്ന നിരവധി ആശങ്കകളുണ്ട്. ആ ആശങ്കകളൊക്കെ ദൂരീകരിക്കാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ. ഏതായാലും വയനാടിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധി അത് അടിക്കടി ഉണ്ടാകുന്നത് നല്ലതല്ല. കാരണം വയനാട് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു നിലയിലേക്ക് പോകുന്നു എന്നത് ഏതായാലും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തും വിധമുള്ള ബദൽ പാത നിർദ്ദേശങ്ങൾ കൂടുതൽ സജീവമാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. നിരീക്ഷകൻ മറ്റൊരു അവസരത്തിൽ മോർണിംഗ് ഷോയിൽ ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.